റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു കാറിൽ ഫിറ്റ് ചെയ്യാവുന്ന ഒരു ആൻഡ്രോയിഡ് 10-ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ സിസ്റ്റമാണ്. അതിലെന്തൊക്കെ വരുന്നതെന്നും ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇതാണ് 10-ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം. ഇതിൽ ആൻഡ്രോയിഡ് വെർഷൻ എത്രയാണ് വന്നിരിക്കുന്നതെന്ന് ഇതിനകത്ത് എഴുതിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഒരുമാതിരി എല്ലാ ഫങ്ഷൻസ്, അതായത് നമുക്ക് വീഡിയോ, എല്ലാ മൊബൈലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതേപോലെ തന്നെ എല്ലാ ഓഡിയോസും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് എല്ലാനും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കിത് കിട്ടിയ വില എന്ന് പറഞ്ഞത് 7000 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ഇതിനകത്ത് നമുക്കൊരു ക്യാമറ ഇതിനകത്ത് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഈ ക്യാമറ വരുന്നത് ഫുൾ HD ആണ്, വാട്ടർ പ്രൂഫാണ്, നൈറ്റ് മോഡ്. ഇത്രയൊക്കെയാണ് ഈ ക്യാമറ വരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇതൊരു ഫ്രീ എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. 7000 രൂപയ്ക്ക് ഈ സെറ്റിൻ്റെ വില പോലും ആയില്ല. ഈ 7000 രൂപയ്ക്ക് ഈ ക്യാമറയും കൂടി നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ടാണ് തന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ കുറച്ച് കേബിൾസാണ്. ഇതാണ് GPS-ൻ്റെ കണക്ട് ചെയ്യാവുന്നൊരു കേബിൾ വന്നിരിക്കുന്നത്. അതായത് ഈ യൂണിറ്റാണ് GPS-ൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് സെറ്റിൽ കണക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് പെൻഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഒരു 2 കേബിളാണ്. ഇതും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതൊക്കെ ഈ സെറ്റിൽ തന്നെയുണ്ട്. നമുക്ക് എളുപ്പം ഫിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് അടുത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓഡിയോയ്ക്കുള്ള ഔട്ട്പുട്ടുകളാണ്. അതായത് ഈ കേബിൾ വന്നിരിക്കുന്നത് 2 ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്, അതേപോലെ തന്നെ 2 ഓഡിയോ ഇൻപുട്ട് ഉണ്ട്, ഒരു വീഡിയോ ഇന്നും ഒരു വീഡിയോ ഔട്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഈ കേബിളിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു റിവേഴ്സ് ക്യാമറയ്ക്കുള്ളൊരു ഇൻപുട്ട്, വീഡിയോ ഇൻപുട്ടാണ്. ഇതിൽ റിവേഴ്സ് ക്യാമറയ്ക്കുള്ള ഇൻപുട്ടിൻ്റെ കണക്ടറാണ് ഈ കേബിൾ വന്നിരിക്കുന്നത്. പിന്നെ ആൻറ്റിനയാണ്. ആൻറ്റിനയുടെ നമുക്ക് വണ്ടിയിൽ ഓൾറെഡി ഇതിൻ്റെ ഫീമെയിൽ കാണും. ഇത് മെയിൽ വെർഷനാണ് ഈ പിന്ന് വരുന്നത്. ഇത് സെറ്റിൻ്റെ അതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ പവർ സപ്ലൈ കേബിളാണിത്. ഇതിനകത്ത് ഓഡിയോൻ്റെ 4 സ്പീക്കറിലേക്കുള്ള ഓഡിയോ ഔട്ട്പുട്ട്, അതേപോലെ തന്നെ മറ്റുള്ള ഫങ്ഷൻസുകൾ, പവർ സപ്ലൈ, ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫീമെയിൽ വെർഷൻ വണ്ടിയിലുണ്ട്. ഇത് മെയിൽ വെർഷനാണ്. ഇത് നമുക്ക് വേറെ വയർ കട്ടിങ്ങിനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എളുപ്പം ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗമാണ് നമ്മൾ സെറ്റിൽ കണക്ട് ചെയ്തതിന് ശേഷം ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് എളുപ്പം ഫിറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് തന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കാർ സ്റ്റീരിയോ വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് 10 ഇഞ്ചിലാണ് ഇത് വന്നത്. ഇതിനകത്ത് ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻബിൽറ്റ് മൈക്കുണ്ട്, അതേപോലെ തന്നെ ഒരു റീസെറ്റ് ചെയ്യാനുള്ളൊരു ഹോളുണ്ട്. പിന്നെ ഇതിനകത്ത് പവർ ഓൺ ഓഫിനുള്ളത്, ഹോം ബട്ടൺ, ബാക്ക് പോകാനുള്ളത്, വോളിയം പ്ലസ്, വോളിയം മൈനസ്, ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് ബ്ലൂടൂത്ത്, വൈഫൈ, ഇതൊക്കെ ഇതിനകത്ത് ഇൻബിൽറ്റ് ഉള്ളതാണ്. 10 ഇഞ്ചാണ് സ്ക്രീൻ വന്നത്. LED അല്ല, LCD ആണിതിപ്പോൾ. ഇത് നമുക്ക് മാരുതി ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനല്ല, ഒരു 2010 ആ റേഞ്ചിലുള്ള വണ്ടികൾക്ക് വേണ്ടിയുള്ള, മാരുതിക്ക് വേണ്ടിയുള്ള ഒരു മോഡലാണ്. അത് പ്രത്യേകം നമ്മൾ നോക്കി തന്നെ മേടിക്കുന്നതാണ്. സ്വിഫ്റ്റിന് പല മോഡലുകൾ വരുന്നുണ്ട്. പഴയ മോഡൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ മീഡിയം വെർഷനിൽ വ്യത്യാസമുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് വ്യത്യാസമുണ്ട്. അങ്ങനെ മാരുതിയുടെ തന്നെ സ്വിഫ്റ്റിന് തന്നെ 2-3 മോഡൽ വരുന്നുണ്ട്. അതിൽ 10 ഇഞ്ചുണ്ട്, 9 ഇഞ്ചുണ്ട്, അങ്ങനെ പല അളവിലും വരുന്നുണ്ട്. ഇത് മാരുതിക്ക് വേണ്ടി മാത്രമല്ല, ഹുണ്ടായി ആയാലും ഫോർഡ് ആയാലും അതേപോലെ ഫോഴ്സ് വാഗൻ ആയാലും ടാറ്റയുടെ ആയാലും ഏതിനായാലും നമുക്ക് ഇതേപോലെ ആൻഡ്രോയിഡ് സെറ്റ് നമുക്ക് കിട്ടുന്നതാണ് ഓൺലൈൻ വഴി. പിന്നെ ഇതിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിൻ പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ളൊരു കണക്ടർ വരുന്നു, അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ടിനുള്ളൊരു കണക്ടർ ചെയ്യാനുള്ളത് വരുന്നു. പിന്നെ പെൻഡ്രൈവ് കണക്റ്റിനുള്ള സ്ലോട്ട്, പിന്നെ അതേപോലെ GPS കണക്ട് ചെയ്യാനുള്ളത്, ആൻറ്റിനയ്ക്കുള്ളത്, ഇതൊക്കെയാണ് ഇതിനകത്ത് പുറകുവശം വരുന്നത്. ഒരു ചാനൽ 52 വാട്ട്സ് വെച്ചിട്ടാണ് വരുന്നത്. അതായത് ഒരു ചാനൽ 52 വാട്ട്സ്, 4 ചാനലും കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ 52x4, അങ്ങനെയാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. ഇനി നമുക്കിത് വണ്ടിയിൽ കണക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇനി റിവേഴ്സ് ക്യാമറ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ സെറ്റിൻ്റെ ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വണ്ടിയിൽ വെച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് ഫോണായിട്ട് കണക്ട് ചെയ്യുന്നതെന്നും ഇതിൻ്റെ നെറ്റ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുമ്പായി എല്ലാവരും ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
ഇപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇനി റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്തു. റിവേഴ്സ് ക്യാമറയുടെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ഫംഗ്ഷനുകളും കാര്യങ്ങളും റിവേഴ്സ് ക്യാമറയുടെ വർക്കിങ്ങും നമ്മൾ ഫോണിൽ നിന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഒരു പാട്ടും പ്ലേ ചെയ്ത് നോക്കാം. നിലവിൽ സിനിമാ പാട്ടൊന്നുമല്ല പ്ലേ ചെയ്യാൻ പോകുന്നത്. കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ പാട്ടുകളും വീഡിയോ നമ്മൾ തൽക്കാലം പ്ലേ ചെയ്യുന്നത്. ഇതിനകത്തിപ്പോൾ USB വഴിയാണ്. ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്തൊരു USB കണക്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് എടുക്കാം, പ്ലേ സ്റ്റോർ ഉണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട്. നമുക്ക് USB MP3 പാട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് MP3 പാട്ട് ഇതിനകത്ത് പ്രസ് ചെയ്യുക. USB വഴിയുള്ള പാട്ട് നമുക്ക് ഇതിനകത്ത് പ്ലേ ആവും. അതല്ല, നമുക്ക് ഇനിയൊരു വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബാക്ക് പോയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഞാനൊരു വീഡിയോ ഉണ്ട്. നല്ലൊരു പിക്ചർ ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഇത് 10 ഇഞ്ചിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കിത് ശരിക്കും LED സ്ക്രീനിൽ കാണുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻസുകൾ വരുന്നത്, നമുക്ക് വൈഫൈ വഴിയാണ് കണക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് അതിനു മുമ്പ് നമുക്ക് സൗണ്ട് സെറ്റിങ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാം. ബാസ്, ട്രബിൾ, മിഡ് ഇതൊക്കെ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസിക്കൽ, ഡാൻസ്, ജാസ്, റോക്ക്, പോപ്പ് അങ്ങനെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലും കേൾക്കാം. കസ്റ്റമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ആൻഡ്രോയിഡ് സെറ്റിംഗ് ആണ്. അത് നമ്മൾ ഗോ ടു സെറ്റിങ്ങിൽ പോയതിന് ശേഷം നമുക്ക് വൈഫൈ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈഫൈ ഓൺ ആക്കുക. നമ്മുടെ ഫോണിൻ്റെ ഈ പറഞ്ഞ പോലെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി ഇപ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് പേര് കാണിക്കും. അത് പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെറ്റ് എടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ നെറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ GPS-ൻ്റെ കണക്ഷൻ, പിന്നെ വോളിയം സെറ്റിംഗ് വരുന്നുണ്ട്. അത് നമുക്ക് മീഡിയയുടെ വോളിയം എത്ര വേണമെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ കോളിന് നമുക്ക് എത്ര വോളിയം വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ബ്രൈറ്റ്നസ് ആണ്. ബ്രൈറ്റ്നസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ നാവിഗേഷൻ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അത് കൂടാതെ ഇത് സെറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് വരുന്ന മെയിൻ പോയിൻ്റാണിത്. പവർ സപ്ലൈ, ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ട്, ഇതിൻ്റെ പവർ സപ്ലൈ കേബിളുകൾ, ഇതൊക്കെ എത്രയാണോ നമ്പർ എന്നുള്ളത് A1 2 3 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ബാക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് അടുത്തൊരു ഫംഗ്ഷൻ വരുന്നത് ഇതേപോലെ ABCDEF എന്ന് പറഞ്ഞാണ് വരുന്നത്. അതിൻ്റെ USB കണക്ട് ചെയ്യാനുള്ള കേബിളുകൾ, അതേപോലെ റിവേഴ്സ് ക്യാമറയ്ക്കുള്ള കണക്ഷൻ ഏതാണ്, ഇതൊക്കെയാണ് ഈ പോയിന്റുകൾ. നമുക്ക് ഇതിനകത്ത് വേറെ കാറ്റലോഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഇതിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കോളൊന്ന് വിളിച്ചു നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് വഴി ആദ്യം ബ്ലൂടൂത്ത് നമുക്ക് പെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബ്ലൂടൂത്ത് വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. ഇതിൻ്റെ പേര് ഇതിനകത്ത് കാർ BT എന്ന് പറഞ്ഞ എഴുതി കാണിക്കും. അത് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്യാനും വരുന്ന പാസ്വേഡ് സാധാരണ സ്റ്റാൻഡേർഡ് അല്ലാനും വരേണ്ടത് 40 അല്ലെങ്കിൽ 1 2 3 4 ഇതൊക്കെയാണ് പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കേണ്ടത്. ഇത് ഓൾറെഡി ഞാനത് കണക്ട് ചെയ്തു. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ സാധിക്കുന്നതാണ്. നമുക്ക് ഫോൺ വിളിച്ചാൽ തന്നെയായാലും ഇതിനകത്ത് ഇൻബിൽറ്റ് ഒരു മൈക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ എവിടെ വെച്ചാലും നമുക്ക് ഇതിൻ്റെ ഫോണിൻ്റെ മൈക്കിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ മൈക്ക് വഴി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഇയർ സ്പീക്കറിന് പകരമായിട്ട് നമുക്ക് കാറിൻ്റെ ഡോർ സ്പീക്കർ വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കോൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും.
കോൾ എങ്ങനെയാണ് പോകുന്നത്, റിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും. Sorry, to this number are temporarily unavailable. ക്ഷമിക്കണം, ഈ നമ്പറിലേക്കുള്ള കോളുകൾ താൽക്കാലികമായി ലഭ്യമല്ല. ഇത്രയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ കോൾ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. പിന്നെ ഇതിനകത്ത് വേറെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് പിന്നെ നമുക്ക് നാവിഗേഷൻ സെറ്റ് ചെയ്യാം. ഇതൊക്കെയാണ്. പിന്നെ യൂട്യൂബ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എടുത്തതിന് ശേഷം നമുക്ക് നെറ്റ് കണക്ട് ചെയ്യുക, അതിന് ശേഷം യൂട്യൂബ് എടുക്കുക. ഇത് പുതിയ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് അപ്ഡേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഇൻസ്റ്റാൾ കൊടുക്കുകയാണെങ്കിൽ നേരെ ചോദിക്കുന്നത് അപ്ഡേഷൻ ആയിരിക്കും. അപ്ഡേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നെറ്റിന് സ്ലോ ആയതുകൊണ്ട് ഇതേപോലെ അപ്ഡേഷൻ ചോദിക്കും. അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും. നെറ്റ് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് യൂട്യൂബിലേക്ക് പോകാവുന്നതാണ്. നമുക്ക് യൂട്യൂബ് വഴി പാട്ടുകളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഇപ്പോൾ നെറ്റ് ഇവിടെ സ്ലോ ആയതുകൊണ്ടാണ് ഇത് അപ്ഡേറ്റ് ആവാത്തത്. ഇപ്പോൾ ഏകദേശം ഒരു അപ്ഡേറ്റ് ആവാനായിട്ട് വരുന്ന ഒരു 33 MB അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്ഡേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി പ്ലേ ചെയ്യാം. പിന്നെ നമുക്ക് അതേപോലെ ഇതിപ്പോൾ നിലവിൽ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതേപോലെ ഇതിനകത്ത് വാട്സപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെയായാലും നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. ഇതിനകത്ത് പ്ലേ സ്റ്റോർ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ വെച്ച് ചെന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്സപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഫേസ്ബുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് ആപ്ലിക്കേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ സാധാരണ ഒരു ഫോൺ ഉപയോഗിക്കണ പോലെ തന്നെ നമുക്കിത് കാറിലിരുന്ന് ഉപയോഗിക്കാം. ഫോണിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു നെറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ജിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജിയോ വെച്ചായാലും നമുക്കിത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയതിന് ശേഷം അങ്ങനെയായാലും ഉപയോഗിക്കാം. ഇപ്പോൾ പുതിയ സെറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അപ്ഡേഷൻ ചോദിച്ച്. ഇനി ഇത് കുറച്ച് നാളത്തേക്ക് ഇത് അപ്ഡേഷൻ ചോദിക്കില്ല. അപ്പോൾ നമുക്ക് സാധാരണ യൂട്യൂബ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെർച്ചിൽ അടിച്ചു കൊടുത്ത്, ഇപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇത്ര സ്ലോവിൽ കാണിക്കുന്നത്. നമുക്ക് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അതേപോലെ സെർച്ചിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ യൂട്യൂബ് എല്ലാം അപ്ഡേഷൻ കറക്റ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് യൂട്യൂബിൽ വീഡിയോസൊക്കെ പ്ലേ ചെയ്യാവുന്നതാണ്. നമുക്ക് യൂട്യൂബ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ പറഞ്ഞ പോലെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇത്രയും ഡിലേ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് 4G ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് ലഭിക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് റിവേഴ്സ് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിൽ റിവേഴ്സ് ക്യാമറ വർക്കിംഗ് ആണ്. ഇപ്പോൾ നിലവിൽ വണ്ടി നിർത്തിയിട്ടാണ് കാരണം കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ സെറ്റിൻ്റെ വരുന്നത്. ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്ത 10 ഇഞ്ച് ആൻഡ്രോയിഡ് കാർ സ്റ്റീരിയോൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. പിന്നെ ഇത് നമുക്ക് ഓൺലൈൻ വഴി കിട്ടാൻ സാധ്യത കുറവാണ്. ഈ വിലയ്ക്ക് ഉള്ളതൊക്കെ നമുക്ക് 10 ഇഞ്ച് ആൻഡ്രോയിഡ് സ്ക്രീൻ വരുന്നത്, 10 ഇഞ്ച് എല്ലാം വരുന്നത് ഒരു 9,000 രൂപ ആ വിലക്കേക്കാണ്. പിന്നെ വിത്തൗട്ട് ക്യാമറയാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇത് ചെയ്യുന്ന ആളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.